ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8th ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 8.2-ലെ 6th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ABC ഈസ് എ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ലെറ്റ് C. എ ലൈൻ ത്രൂ ദ മിഡ് പോയിന്റ് M ഓഫ് ഹൈപ്പോട്ടന്യൂസ് AB and parallel to BC intersects AC at D. Show that. First question, D is the midpoint of AC. Second, MD perpendicular to AC. Third question, CM equal to MA equal to half AB. ഫിഗർ തന്നിട്ടില്ല, നമുക്ക് ഫിഗർ വരച്ച് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. സിയിലാണ് റൈറ്റ് ആംഗിൾ, AB ഹൈപ്പോട്ടന്യൂസ് ആണ്. ചെയ്ത് നോക്കാം. ഇൻ ട്രയാംഗിൾ ABC എന്നുള്ള ട്രയാംഗിൾ, M is the midpoint of AB. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗിവൺ. അതുപോലെ BC പാരലൽ DM, BC ഇതാണ്, DM ഇതാണ്, അതും തന്നിട്ടുണ്ട്. ഗിവൺ. അപ്പോൾ D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. ACയുടെ മിഡ് പോയിന്റ് ആയിരിക്കും D, കാരണം നമ്മളിവിടെ കോൺവേഴ്സ് മിഡ് പോയിന്റ് തിയറം ഉപയോഗിച്ചു. ഇതിൻ്റെ റീസൺ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. അപ്പോൾ ഇവിടെ BCയും DMും പാരലാണ്, അതുപോലെ M മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ D ACയുടെയും മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ആംഗിൾ ADM ഈക്വൽ ടു ആംഗിൾ ACB. ഫിഗറിൽ നോക്കുക. ADM ഈ ആംഗിളും ആംഗിൾ ACB ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം ഇവിടെ BCയും DMും പാരലാണ്, അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അത്. അതുകൊണ്ട് തന്നെ അത് ഈക്വൽ ആയിരിക്കും. ഇവിടെ ACB 90 ഡിഗ്രി ആണ്. ആംഗിൾ ACB ഈക്വൽ ടു 90 ഡിഗ്രി. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗിവൺ. ദെർഫോർ ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ ADM ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ADM 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ DM അല്ലെങ്കിൽ MD എന്ന് പറയുന്നത് ACക്ക് പെർപെൻഡിക്കുലർ ആണ്. ഹെൻസ് DM പെർപെൻഡിക്കുലർ ടു AC. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് ആദ്യം AD ഈക്വൽ ടു DC എന്ന് എഴുതാം. ADയും DCയും ഈക്വൽ ആണ്. അതിന് കാരണം നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്, D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. അതുകൊണ്ട് ADയും DCയും ഈക്വൽ ആണ്. ഇനി ആംഗിൾ ADM ഈക്വൽ ടു ആംഗിൾ CDM. ആംഗിൾ ADM ആംഗിൾ CDM അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഈച്ച് 90 ഡിഗ്രി. അതുപോലെ DM ഈക്വൽ ടു DM ആണ്, കോമൺ സൈഡാണ്. അപ്പോൾ ഇവിടെ AD ഈക്വൽ ടു DC എന്ന് കിട്ടി. അതുപോലെ ആംഗിൾ ADM. അപ്പോൾ ദെർഫോർ ട്രയാംഗിൾ ADM കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ CMD. ട്രയാംഗിൾ നോക്കുക, ട്രയാംഗിൾ ADM ഈ ട്രയാംഗിളും CDM. അപ്പോൾ CMDക്ക് വരെ CDM എന്ന് തന്നെ എഴുതാം. CDM. അപ്പോൾ 1, 2 ഈ രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം നമുക്കിവിടെ ഈ സൈഡ് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ, അപ്പം SAS റൂൾ പ്രകാരം ട്രയാംഗിൾ കോൺഗ്രുവന്റ്. ദെർഫോർ CM ഈക്വൽ ടു AM എന്ന് നമുക്ക് AM ആണ്, കാരണം CPCT. ഇനി M ABയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ MA അതായത് AM ഈക്വൽ ടു ഹാഫ് AB ആണ്. MA is equal to half AB ആണ്. ദാറ്റ് ഇംപ്ലൈസ് CM ഈക്വൽ ടു ഹാഫ് AB ആണ്. കാരണം CMഉം AMഉം ഈക്വൽ ആണ്. AM അല്ലെങ്കിൽ MA അത് ABയുടെ പകുതിയാണ്. അതുകൊണ്ട് തന്നെ CMഉം ABയുടെ പകുതിയായിരിക്കും. Therefore CM ഈക്വൽ ടു MA ഈക്വൽ ടു ഹാഫ് AB. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് CM ഈക്വൽ ടു MA ഈക്വൽ ടു ഹാഫ് AB എന്ന് പ്രൂവ് ചെയ്യാം. MA is equal to ഹാഫ് AB ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ ഈ AMന് ഈക്വൽ ആണ് അല്ലെങ്കിൽ MAക്ക് ഈക്വൽ ആണ് CM എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CM ഈക്വൽ ടു ഹാഫ് AB എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.